2 ദിവസം മുമ്പുള്ള ഉഷാറും ആക്ഷനും കണ്ടപ്പോൾ ഞാൻ കരുതി ആള് വീണ്ടും പഴയ പുലിയായെന്ന്. എവിടെ ദേ പിന്നെയും ചങ്കരം തെങ്ങേ തന്നെ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുന്നു. കഷ്ടം. റഷീദ് സാർ തനിക്ക് വന്നേ. എന്തായാലും ആ സെർവന്റിന്റെ കാര്യം തിരക്കുന്നുണ്ട് സാർ. 2 ദിവസം കൂടി സമയം തരണം. 2 days. ശരി, ജോലി നടക്കട്ടെ. ദിവസം തോറും കത്തുകളുടെ എണ്ണം കൂടുകയാണല്ലോ. എന്റെ സാറേ, ഒരു ഇല്ലന്റെയോ സ്റ്റാമ്പിന്റെയോ ചെലവല്ലേ ഉള്ളൂ. വേൾഡ് ട്രേഡ് സെന്ററിൽ ബോംബ് വയ്ക്കാൻ പോകുന്നെന്ന അറിയിപ്പ് തൊട്ട് അയൽവക്കക്കാരന്റെ വേലി പൊളിക്കാൻ വരുന്നു എന്ന് നിലവിളിക്കുന്ന എഴുത്ത് വരെ ഇതിനകത്തുണ്ട്. കൂടുതലും ഫാൾസ് ഇൻഫർമേഷൻ ആണ് സർ. ജെന്യൂൻ ആയിട്ടുള്ള തിരിച്ചറിയാനാണ് ബുദ്ധിമുട്ട്. തിരിച്ചറിയണം കിഷോർ. ഫാൾസ് മൂവും ജെനുവിൻ മൂവും സൂക്ഷിച്ചു നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റണം. സർ, തനിക്ക് ചെസ് കളിക്കാൻ അറിയാം? കുറച്ച്. ഐ ആം നോട്ട് തറോ വിത്ത് ഇറ്റ്. അങ്ങനെ കുറച്ച് അറിവ് വെച്ച് കളിക്കരുത്. ചെസ്സിലും ജീവിതത്തിലും തോറ്റു. ഇപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു കത്തെടുക്കാൻ പോവാണ്. ഓക്കെ, എ ജെനുവിൻ വൺ, എ സിഗ്നിഫിക്കന്റ് വൺ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗെയിം. ഓക്കെ, സി. Come on. Yes. Here is my pick. എൻ്റെ പേരിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതും ചുവന്ന മെഷീൻ. For your eyes only. ജെയിംസ് ബോണ്ട്. പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്, എത്രയോ വർഷങ്ങളായി ഞാൻ നിങ്ങളെ പിന്തുടരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആരാധകനാണ്. അല്ല, തിരുത്തുന്നു, ആരാധകനായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ പോലീസ് ഓഫീസറായിരുന്നു നിങ്ങൾ. നിങ്ങൾ തെളിയിച്ച കേസുകൾ, നിങ്ങളുടെ ബുദ്ധികൂർമ്മത, നിങ്ങൾ നടത്തിയ ചില ഒറ്റയാൾ പോരാട്ടങ്ങൾ എല്ലാം എനിക്ക് മനഃപ്പാഠമാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സ്വകാര്യ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങളിലെ കുറ്റാന്വേഷകൻ നിർജീവമായി. നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒളിച്ചോടി. നിങ്ങളോടുള്ള എൻ്റെ ആരാധനയും കെട്ടടങ്ങി. പക്ഷേ 2 ദിവസം മുമ്പ് കുറ്റകൃത്യം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജെറോം എന്ന കുറ്റവാളിയെ കണ്ടെത്തി കീഴടക്കി താങ്കൾ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇപ്പോഴും എപ്പോഴും നിങ്ങളാണെന്ന്. കേരളത്തിലെ ഏറ്റവും സമർത്ഥനും ധീരനുമായ പോലീസ് ഓഫീസർ. നിങ്ങൾ ഒരിക്കൽ കൂടി പഴയ ഉദാസീനതയിലേക്ക് മടങ്ങുന്നത് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ സജീവമാക്കി നിലനിർത്താൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള ചെസ് കളി അവസാനിപ്പിച്ചേക്കൂ. മറുവശത്ത് ഇനി മുതൽ ഞാനുണ്ട്. ലെറ്റ് us start the game. ആദ്യ ഗെയിമിന്റെ സ്ഥലവും തീയതിയും ഇതാണ്. സ്ഥലം ആദിത്യപുരം. തീയതി ഈ മാസം 10-ാം തീയതി. നമുക്ക് കളി തുടങ്ങാം ചന്ദ്രശേഖർ. എന്നെ നിരാശപ്പെടുത്തരുത്. ആരാധനയോടെ നിങ്ങളുടെ വിശ്വസ്ത മിത്രം സെഡ്. എന്ത് തോന്നുന്നു? ഇത് തട്ടിപ്പാണ് സർ, ഫേക്ക്. നമ്മളിത് കാര്യമായിട്ട് എടുക്കണ്ട. ഇതിലെന്തോ വശപ്പശമുണ്ട് സാർ. ദിസ് ഇസ് ജെനുവിൻ. യു ആർ റൈറ്റ് സർ. ഈ കത്തെടുത്തത് എൻ്റെ ഒരു ഗെയിമായിരുന്നു. പക്ഷെ മറുവശത്ത് ഇങ്ങനൊരു കളിക്കാരനുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. Anything can happen before the next move. ദിസ് ഇസ് ദ ഏരിയ. ഇവിടെ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ അകലെയാണ് ആദിത്യപുരം. ഇതൊരൊഴിഞ്ഞ കടൽ തീരമാണ് സർ. ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലൊന്ന്. ഇവിടെ ക്രൈം റേറ്റും കുറവാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്ത് മുൻകരുതൽ എടുക്കാനാണ് സർ? സർ, സ്ഥലം SIയെ ഇമ്മീഡിയറ്റ് ആയി ബന്ധപ്പെടണം. സർ. 10-ാം തീയതി അയാളോട് അലേർട്ടാവാൻ പറയാം. സർ. പിന്നെ നമ്മുടെ കൂടെയുള്ള 3 പേരെ അവിടെ സർവലൻസിനിടാം. സർ. സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പറയാം. സർ. February 10th. February 10th is a bad day for me.
Hello, ma'am. Sorry, we are closed. Ma'am, you see, എനിക്കൊരു കോഫി കിട്ടിയേ പറ്റൂ. I am dying for it. Sir, ഞാൻ പറഞ്ഞല്ലോ. Listen, ma'am. ഉച്ചതിരിഞ്ഞ് ഞാൻ ഈ ഏരിയയിൽ ചുറ്റിത്തിരിക്കുകയായിരുന്നു. You see, I am a salesman. ഇവിടെങ്ങും കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. ഉള്ളത് ചില ടീ സ്റ്റോളുകൾ. No clean places. Please, ma'am, I really need a cup of coffee. ഇരിക്ക്. പാലില്ല. I'll get you a black coffee. Yeah, fine, perfect. Thank you. You have a nice place out here, ma'am. Thank you. Great coffee, ma'am. Ma'am, if you don't mind, എൻ്റെ കുറച്ച് products ഉണ്ട്. Quite useful things. മാം ഒന്ന് നോക്കണം. Please. Look, mister. താങ്കൾ കോഫി എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഉദ്ദേശം സെയിൽസ് ആണെന്ന്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് ഷോപ്പ് അടയ്ക്കണം. യു പ്ലീസ് ഫിനിഷ് ദ കോഫി. മാം അങ്ങനെ പറയരുത്. മാം ഇത് കാണണം. കണ്ടേ പറ്റൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, രാവിലെ പാലും കൊണ്ടുവന്ന ആളാ ബോഡി ആദ്യം കണ്ടത്. സ്ഥലം എസ് ഐ നമ്മളെ വിവരം അറിയിച്ചത്. നെയിം ഓഫ് ദ ഡിസീസ്? ആലീസ്. സീൻ ഓഫ് ക്രൈം ഇൻടാക്ട് ആണല്ലോ. സാറ് വരാതെ ഒന്നും ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്.